എനിക്ക് എനിക്ക് പറ്റണില്ല ആൽവിച്ചാനെ മറക്കാൻ. ഇത്രയും വർഷം ഞാൻ എങ്ങനെയാ കഴിഞ്ഞതെന്ന് എനിക്കറിയില്ല. അവൾ അതും പറഞ്ഞ് കരയാൻ തുടങ്ങി. നിനക്ക് ഇത്രയും ഇഷ്ടമാണെങ്കിൽ പിന്നെ നീ എന്തിനാ വേണ്ടെന്ന് വെച്ചത്? അത് അത് ഞാൻ ഹാ നിങ്ങൾ പരിചയപ്പെട്ടോ? അങ്ങോട്ട് വന്ന് മേഴ്സി ചോദിച്ചു. മേഴ്സിയെ കണ്ടതും മീനു പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു. ഞങ്ങൾ പരിചയപ്പെടുമായിരുന്നു ആൻറ്റി, പൊന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ നടക്കട്ടെ, ഞാൻ ഈ തുണികളൊക്കെ വെക്കാൻ വന്നതാ. അവരതും പറഞ്ഞ് തുണികൾ അവിടെ വെച്ചിട്ട് താഴേക്ക് പോയി. തൽക്കാലം ഇതൊക്കെ എനിക്കറിയാമെന്ന് അപ്പു അറിയണ്ട കേട്ടോ. അവൾ അതിന് തലയാട്ടി. എന്താ പ്രശ്നമെന്ന് രണ്ടുപേരും തുറന്ന് സംസാരിക്കാൻ നോക്ക്. പരിഹരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാടോ, പൊന്നു പറഞ്ഞതും മീന് തലയാട്ടി. എന്താ നാത്തുമാർ തമ്മിലൊരു ചർച്ച? വെള്ളവും കൊണ്ടുവന്ന മിക്കു അവരെ നോക്കി ചോദിച്ചു. അത് കൊച്ചു പിള്ളേര് കേൾക്കണ്ട, പൊന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ഞാൻ കൊച്ചാണെന്ന് ആര് പറഞ്ഞു? ഞാൻ വലിയ കൊച്ചാ. ഊവ, ഒരു വലിയൊരു കൊച്ച്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കളിയാക്കിക്കൊണ്ടിരുന്നു. അവർ മൂന്ന് പേരും പെട്ടെന്ന് തന്നെ കൂട്ടാവുകയും ചെയ്തു. ചേച്ചി ഞങ്ങളുടെ കലിപ്പൻ ചേട്ടായിയെ എങ്ങനെയാ വളച്ചത്? മിക്കു സംശയത്തോട് ചോദിച്ചു. ഓ, നിങ്ങളുടെ ചേട്ടായി കലിപ്പനാണോ? പൊന്നു ചിരിച്ചു. കലിപ്പനാണോന്ന് ചോദിച്ചാ കുറച്ച്, അല്ലേന്ന് ചോദിച്ചാ അല്ല. അതെന്താ നീ രണ്ടും മിക്സ് ചെയ്ത് പറയുന്നേ? ഒരിടത്ത് നിൽക്ക് പെണ്ണേ. അത് ചേട്ടായി ചില സമയം പാവാ, പക്ഷേ ദേഷ്യം വന്നാൽ പിന്നെ ചേട്ടായിയുടെ മുഖത്ത് നോക്കാൻ പോലും ഞങ്ങൾക്ക് പേടിയാ. നിങ്ങളെ ചേട്ടായി വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു തവണ ഞങ്ങൾ രണ്ടും കൂടി വഴക്കുണ്ടാക്കിയപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും ചുരലുകൊണ്ട് തല്ലി. ആഹാ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി. അതും പറഞ്ഞ് മിക്കു കരയുന്നത് പോലെ ആക്ഷൻ കാണിച്ചു. അവളുടെ സംസാരവും അഭിനയമൊക്കെ കണ്ട് പൊന്നുവിന് ചിരി വന്നു. മോളെ വാ, പോകണ്ടേ? താഴെ നിന്ന് ജോൺ അവളെ വിളിച്ചു. ദാ വരുന്നു പപ്പ. അതും പറഞ്ഞ് അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു. ആ പിന്നെ നിങ്ങൾ രണ്ടും കൂടി വൈകിട്ട് അങ്ങോട്ടേക്ക് വാ. ഞാനവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുക. എല്ലാവരും കല്യാണം വിളിക്കാനും മറ്റും പോകും. വരണേ. വരാൻ ചേച്ചി. ഓക്കെ, വൈകിട്ട് കാണാം. അതും പറഞ്ഞ് അവൾ എല്ലാവരോടും പറഞ്ഞിട്ട് പപ്പയുടെ കൂടെ വീട്ടിലേക്ക് പോയി. വൈകിട്ട് പൊന്നു വിളിച്ചതുകൊണ്ട് മിക്കു മീനും അവളുടെ അടുത്ത് ചെന്നു. അപ്പു ഉള്ളത് കൊണ്ട് തന്നെ മീനുവിനൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. അവർ മൂന്ന് പേരും കൂടി റൂമിലിരുന്ന് ഓരോ വിശേഷങ്ങളും മറ്റും പറഞ്ഞുകൊണ്ടിരുന്നു. ചേച്ചി ചേട്ടായുമായിട്ടുള്ള പ്രണയകഥ ഒന്ന് പറ, മിക്കു അവളെ നോക്കി പറഞ്ഞു. പൊന്നു അവളും റിച്ചിയുമായി കണ്ടുമുട്ടിയതും മറ്റും അവരോട് പറഞ്ഞു. കുറച്ച് സെൻസർ ചെയ്തിട്ടാണ് പറഞ്ഞത്. അവർ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അന്ന താഴെ നിന്നും പൊന്നുവിനെ വിളിച്ചത്. മോളെ, ദേ മോളുടെ കൂട്ടുകാരി വന്നേക്കുന്നു. അവൾ താഴേക്ക് ഇറങ്ങി ചെന്നതും ഒരു ട്രാവലർ ബാഗുമായി നിൽക്കുന്ന ആളിനെ കണ്ട് അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. നേഹ, എന്താടി, ഞാൻ വരില്ലെന്ന് നീ വിചാരിച്ചോ? എടി, ഞാൻ 2 ദിവസം മുമ്പ് വരണമെന്ന് പറഞ്ഞെങ്കിലും നീ വരുമെന്ന് കരുതിയില്ല. ആരാ മോളെ അത്? അമ്മച്ചി സംശയത്തോട് ചോദിച്ചു. ഇതെൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയെ അമ്മച്ചി, നേഹ. അവൾ നേഹയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. നേഹ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു. എവിടെയടി നിന്റെ ചാർലി? വാ, കാണിച്ചു തരാം. അവൾ നേഹയും കൊണ്ട് അടുക്കളയുടെ പുറകിലേക്ക് കൊണ്ടുപോയി. ഇവനെ എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ? എടി, അത് ഇച്ചായൻ്റെ പെങ്ങളുണ്ട് മീനു, അവൾക്ക് പേടിയാ. അപ്പോൾ അവളിങ്ങോട്ട് വന്നപ്പോൾ ജസ്റ്റ് കെട്ടിയിട്ടതാ. അവൻ എപ്പോഴും അകത്ത് തന്നെയാ. നേഹ വന്ന് ചാർലിയെ അഴിച്ചു പൊക്കിയെടുത്തു. ചാർലി അവളെ നക്കിയും ഉമ്മ വെച്ചും സ്നേഹം പ്രകടിപ്പിച്ചു. അവൾ ചാർലിയും എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. എടി, മീനുവിന് പേടിയാടി. സാരയില്ല, നമുക്ക് പേടി മാറ്റാം, നീ വാ. അവൾ അവനുമായി റൂമിലേക്ക് പോയി. പുറകെ പൊന്നു. ചാർലിയുമായി അവർ റൂമിൽ ചെന്നപ്പോൾ മീനുവും മിക്കും സംസാരിച്ചിരിക്കുകയായിരുന്നു. നേഹയുടെ കയ്യിൽ ചാർലി കണ്ടതും മീനുവിന് പേടിയായി. പൊന്നു, എനിക്ക് പേടിയായതിനെ കൊണ്ടുപോ, മീനു ചാർലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നേഹ ചാർലിയെ മീനുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചിരുന്നു. ഡോ, നോക്കിക്കേ, ഇത് കുഞ്ഞു പട്ടിക്കുട്ടിയല്ലേ, ഇവരൊന്നും ചെയ്യില്ല. താനെതിരെയൊന്ന് തൊട്ട് നോക്കിക്കേ. വേണ്ട, എനിക്ക് പേടിയാ. പേടിക്കണ്ട, ദേ നോക്ക്, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നേ. ഇവന് കടിക്കണമെങ്കിൽ എന്നെ കടിക്കില്ലായിരുന്നോ? ഇതൊന്നും ചെയ്യില്ല, താനൊന്ന് തൊട്ടു നോക്ക്. നേഹ പറഞ്ഞത് കേട്ടതും അവൾ പതിയെ കണ്ണുകൾ തുറന്ന് ചാർലിയെ നോക്കി. ചാർലി അവളെ തന്നെ നോക്കുകയായിരുന്നു. അവൾ പതിയെ കൈകളെടുത്ത് ചാർലി ഒന്ന് തൊട്ടു. അവനൊന്നും ചെയ്യില്ലെന്ന് കണ്ടതും അവൾ അവൻ്റെ തലയിൽ തലോടി. നേഹ അവനെ അവളുടെ മടിയിലിരുത്തി. ആദ്യമൊന്ന് പേടിച്ചെങ്കിലും മീനു പതുക്കി അവനെ കൈകളിലെടുത്തു. കുറച്ചു നേരം കൊണ്ട് തന്നെ മീനു ചാർലിയുമായിട്ട് കൂട്ടായി. പൊന്നു നേഹയും മിക്കും അത് കണ്ട് ചിരിച്ചു. എടി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാവേ.
ശരിയടി, ഞങ്ങൾ ടെറസിൽ കാണും, നീ കുളിച്ചിട്ട് അങ്ങോട്ടേക്ക് വാ. അതും പറഞ്ഞ് പൊന്നു ചാർലിയും എടുത്ത് ടെറസിലേക്ക് പോയി. നേഹ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ബനിയൻ മാത്രം ഇട്ടുകൊണ്ട് ഇറങ്ങി. അവളുടെ മുട്ടിനും കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന ഒരു ലൂസ് ബനിയനായിരുന്നു അത്. അവൾ അതിട്ട് തല തുവർത്തി പാട്ടൊക്കെ പാടിക്കൊണ്ടിറങ്ങിയതും ഡോറ് തുറന്ന് ആരോ പെട്ടെന്ന് റൂമിനകത്തേക്ക് കയറി വന്നു. അവൾ മുൻപിൽ നിൽക്കുന്ന ആളിനെ കണ്ടതും ഞെട്ടിപ്പോയി. ആൽബി സർ. ആൽബി സർ, നീയോ? നീ എന്താടി ഇവിടെ? അവൻ അവളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ മരിയയുടെ കൂടെയാണ് പഠിക്കുന്നത്. എന്താടി, കോളേജിൽ പോരാഞ്ഞിട്ട് എൻ്റെ വീട്ടുകാരുടെ മുൻപിലും എന്നെ നാണം കെടുത്താൻ വന്നതാണോ നീ? അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് ഞാനൊന്നറിയാതെ, ഞാനതിന് സോറി പറഞ്ഞതല്ലേ. അവൾ പേടിച്ചു പറഞ്ഞു. സോറി പറഞ്ഞാൽ ഞാൻ നാണം കെട്ടത് മാറുമോടി? ഞാൻ എന്താ ചെയ്യേണ്ടത് പിന്നെ? നിന്നെ ഇനി ഒരിക്കലും കാണുമെന്ന് കരുതിയതല്ല ഞാൻ. എന്തായാലും നീ ഇങ്ങോട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ വന്ന സ്ഥിതിക്ക്. അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. ശേഷം അവളുടെ അരയിൽ കൂടി പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അവളെ അടുപ്പിച്ചു. സർ പ്ലീസ്, വേണ്ട. അവൻ അവളുടെ അരയിൽ മുറുക്കി അവളോട് അടുത്തതും അവൾ പറഞ്ഞുകൊണ്ട് കണ്ണുകളെ മുറുക്കിയടച്ചു. അവൻ പതിയെ അവൾ അടച്ചു വെച്ചിരിക്കുന്ന കണ്ണുകളിൽ ഊതി അവൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. കിസ് മീ. അവൻ അവളുടെ നനഞ്ഞു വെള്ളം ഇറ്റു വീഴുന്ന മുടികളെടുത്ത് ചെവിക്ക് പുറകിലായി വെച്ചുകൊണ്ട് അവളുടെ കാതിൽ പതിയെ പറഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി. എന്താ പറഞ്ഞത് കേട്ടില്ലേ മിസ് നേഹ മറിയം ജോസ്? കിസ് മീ, ഐ നീഡ് എ കിസ് ഫ്രം യു. അവനൊരു പ്രത്യേക താളത്തോടെ പറഞ്ഞു. സർ പ്ലീസ്. ഓ, എന്താണ് കോളേജിലെ ജാൻസി റാണിക്ക് ഞാൻ പറഞ്ഞതങ്ങോട്ട് പിടിച്ചില്ലേ? ഇല്ല, മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചത് തരുവാണെങ്കിൽ മാന്യമായിട്ട് ഞാൻ ഇവിടെ നിന്നും പോകും. അതല്ലെങ്കിൽ. അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ ഞെട്ടി. ഞാൻ തരില്ല, മാറി നിൽക്ക്. അവൾ ബലമായി അവൻ്റെ കൈകളെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പതിയെ അവളുടെ കൈകൾ അയച്ചു. ആ ഗ്യാപ്പ് കൊണ്ട് ബാത്റൂമിലേക്ക് ഓടാൻ തുടങ്ങിയ അവളെ അവൻ വലിച്ച് ഭിത്തിയോട് ചേർത്തുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. ആദ്യം വാശിയോട് ആരംഭിച്ച ആ ചുംബനം പിന്നീട് അവന് ലഹരിയായി മാറി. ആദ്യം അവനെ എതിർത്ത് അവളുടെ കൈകൾ പതിയെ അയഞ്ഞു. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവൾക്ക് ശ്വാസം കിട്ടുന്നില്ലെന്നറിഞ്ഞതും അവൻ അവളിൽ നിന്നും അകന്നു മാറി. അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു. കുറച്ചു സമയം വേണ്ടി വന്നു അവൾക്ക് എന്താ നടന്നതെന്ന് മനസ്സിലാക്കാൻ. തൻ്റെ ശരീരത്തെ ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ തൊടുന്നത്. എന്തിനായിരിക്കും സാർ എന്നോട് ഇങ്ങനെ കാണിച്ചത്? ഞാൻ ചെയ്തത് അത്ര വലിയ തെറ്റായിരുന്നോ? എല്ലാവരും അറിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സോറി പറഞ്ഞതല്ലേ. എന്നിട്ടും എന്നോട് എന്തിനാ ഇങ്ങനെ? അവൾ ഓരോന്നും ആലോചിച്ച് തറയിലിരുന്ന് കരഞ്ഞു. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് ബനിയൻ മാത്രമേ തൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതും മുട്ടിന് കുറച്ചുകൂടി മുകളിൽ നിൽക്കുകയായിരുന്നു. ഇനി എൻ്റെ ഡ്രസ്സ് കണ്ടിട്ടാണോ സാറിന് അങ്ങനെ തോന്നിയത്? ഏയ്, സാർ അങ്ങനെ ഒരാളാകാൻ വഴിയില്ല. കോളേജിൽ എത്ര പേർ സാറിൻ്റെ പുറകിൽ നടന്നതാ? ഇന്ന് വരെ സാർ ആരെയും ആ കണ്ണോടുകൂടി നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവൾ ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. എടി പട്ടി, നീ എവിടെയാ? ഇങ്ങോട്ട് കയറി വാ, പൊന്നു ദേഷ്യത്തോടെ പറഞ്ഞു. ഇപ്പോൾ വരാടി. അവൾ അതും പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ബാത്റൂമിൽ പോയി ഒന്നുകൂടി മുഖം കഴുകി. അവളുടെ ചുണ്ടുകൾ ചെറുതായിട്ട് മുറിഞ്ഞിരുന്നു. അവൾ അതിലൊന്ന് തൊട്ടു. എന്തോ കടിയാ അങ്ങേര് കടിച്ചത് പട്ടി, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുഖം കഴുകി ഇറങ്ങി ഒരു പാൻറ്റും എടുത്തിട്ട് അവരുടെ അടുത്തേക്ക് നടന്നു. ഷേ, ഞാൻ എന്താ ഈ ചെയ്തത്? ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അവളുടെ സമ്മതമില്ലാതെ ബലമായിട്ടല്ല ഞാൻ. വേണ്ടായിരുന്നു. തൻ്റെ പെങ്ങളുടെ പ്രായമല്ലേ അവൾക്കും. അവളുടെ ബനിയൻ മാത്രം ഇട്ടുകൊണ്ടുള്ള നിൽപ്പും ആ വെളുത്ത മുഖവും. ഞാൻ അടുത്തോട്ട് ചെന്നപ്പോൾ വിറയ്ക്കുന്ന ചുവന്ന ചുണ്ടുകളും മുടികളിൽ നിന്ന് ഇറ്റു വീഴുന്ന വെള്ളവും എല്ലാം കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. ആ ഒരു കുസൃതിയിൽ ചെയ്തു പോയതാ. വേണ്ടായിരുന്നു. നേഹയുടെ അടുത്തു നിന്ന് വന്ന ആൽബി ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്താ ആൽബിച്ചായ ഒരാലോചന? അങ്ങോട്ടേക്ക് വന്ന അപ്പു അവനെ കണ്ടുകൊണ്ട് ചോദിച്ചു. എടാ, ലവൾ ഇവിടെ വന്നിട്ടുണ്ട്. ഏത് ലവള്? നേഹ. നേഹയോ? മനസ്സിലായില്ല. എടാ, അന്ന് കോളേജിൽ വെച്ച് ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടായില്ലേ, അവള്. ഏത്? മറ്റേ കോളേജിലെ മറ്റേ ചേട്ടായെ തെറ്റിദ്ധരിച്ച് പ്രശ്നം ഉണ്ടാക്കിയ ആ ജാൻസി റാണിയോ? ആ അതെ, അവള് തന്നെ. നീ എന്തിനെങ്ങനെ ചിരിക്കുന്നേ? അല്ല, രണ്ടും കൂടി അടിയായി അവസാനം ഞാനവളെ ചേട്ടത്തിന്ന് വിളിക്കേണ്ടി വരുമോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഈ പ്രേമമൊക്കെ അങ്ങനെയല്ലേ ഉണ്ടാവുന്നത്? പ്രേമോ? എനിക്കോ? നീ ഒന്ന് പോയേ. എനിക്ക് ആ സാധനത്തിനെ കണ്ണെടുത്താൽ കണ്ടൂടാ. അപ്പോഴാ ഒരു പ്രേമം. ആണോ? ഞാൻ വിശ്വസിച്ചോട്ടെ ഇത് സത്യമാണെന്ന്? അതെന്താ? ഇച്ചായൻ്റെ മുഖം അങ്ങനെ പറയുന്നില്ല. ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇപ്പം പറഞ്ഞത് സത്യമാണോന്ന്. അതും പറഞ്ഞ് അപ്പു കയറിപ്പോയി. അപ്പു പറഞ്ഞത് ചിന്തിക്കുകയായിരുന്നു ആൽബി.
ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ. ആദ്യമായി മനസ്സിൽ കയറിക്കൂടിയ പെണ്ണ്, എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് നടക്കുന്ന, തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന പെണ്ണ്. ക്ലാസ്സിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അവൾ മാത്രം കിടന്നുറങ്ങും. എത്ര തവണ അവളെ മറ്റുള്ള കുട്ടികളുടെ മുൻപിൽ വെച്ച് താൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഒന്നും അറിയാത്ത പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കും. എത്രയൊക്കെ ക്ലാസ്സിൽ ഉഴപ്പി നടന്നാലും മാർക്ക് വരുമ്പോൾ അവൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ടീച്ചേഴ്സൊന്നും അവളെ വഴക്ക് പറയാറേ ഇല്ല. എപ്പോഴും അവളെൻ്റെ മനസ്സിൽ കയറിക്കൂടിയിരുന്നു. അവളെ താൻ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ അന്ന് അവൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ദേഷ്യമല്ല, വിഷമമായിരുന്നു. അവൾ എന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ള വിഷമം മനസ്സിൽ നിന്ന് പറിച്ചു കളഞ്ഞതാ അവളെ. അല്ല, കളയാൻ ശ്രമിച്ചു, പക്ഷെ നടന്നിട്ടില്ല. വീണ്ടും ഇത്രയും മാസങ്ങൾക്ക് ശേഷം എൻ്റെ മുൻപിൽ വന്നപ്പോൾ മനസ്സറിയാതെ തന്നെ കൈവിട്ടു പോയി. നീ ഇത്രയും നേരം എവിടെ ആയിരുന്നടി? അത് കുളിച്ചിറങ്ങിയപ്പോൾ താമസിച്ചു. അതെന്താ ചേച്ചി വെള്ളമില്ലാത്ത സ്ഥലത്ത് നിന്ന് വന്നതാണോ? മിക്കു പറഞ്ഞതും നേഹ അവളെ കൂർപ്പിച്ചു നോക്കി. ഇതെന്താ നിന്റെ ചുണ്ടിൽ മുറിഞ്ഞിരിക്കുന്നത്? മീനു അവളുടെ ചുണ്ടുകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അത് അത് ഞാൻ ബാത്റൂമിൽ നിന്നിറങ്ങിയപ്പോൾ ഡോറിലൊന്ന് തട്ടിയതാ. അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. ഷോ എടി, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷെ തിരക്കിനിടയിൽ എപ്പോഴും മറന്നു പോകും. എന്താടി കാര്യം? നേഹ സംശയത്തോട് ചോദിച്ചു. നീ എന്ന് പറഞ്ഞില്ലേ എൻ്റെ ആൽബിച്ചായനെ നിനക്കറിയാമെന്ന്, നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്? ആ അതെ. അന്ന് എനിക്ക് നീ എന്തോ ഒളിപ്പിക്കുന്നത് പോലെ തോന്നി. എന്തെങ്കിലും ഉണ്ടോ? പൊന്നു കൈകെട്ടി നിന്ന് ഗൗരവത്തിൽ ചോദിച്ചു. എന്ത്? ഒന്നുമില്ല, എന്നെ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളടി. അത്രേ ഉള്ളൂ? പക്ഷേ ഞങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലല്ലോ. അതെ, ചേച്ചി എന്തോ ഒളിപ്പിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇല്ലടി. എങ്കിൽ എൻ്റെ തലത്തൊട്ട് നീ ഒന്ന് സത്യം ചെയ്. എടി, അത് പിന്നെ ഞാൻ പറയാം. അങ്ങനെ വഴിക്ക് വാ. അവർ 3 പേരും ചാർലിയും അവളുടെ കഥ കേൾക്കാൻ എന്ന പോലെ അവിടെയുള്ള സെറ്റിയിലേക്കിരുന്നു.